രാവിലെ തന്നെ തിരക്ക് പിടിച്ച് ഓഫീസിലേക്കോ സ്കൂളിലേക്കോ എല്ലാം നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുപാട് സ്നേഹിച്ചു വളർത്തുന്ന നമ്മുടെ മൃഗങ്ങൾക്ക് ഒരുപാട് കെയർ കൊടുക്കാൻ നമുക്ക് പലപ്പോഴും കഴിയണമെന്നില്ല. ഇങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്കായി പോകുന്ന ഈ മൃഗങ്ങൾ, പ്രത്യേകിച്ചും നായകളുടെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും തോന്നുന്നുണ്ടാവുക? അവർ നമ്മളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടാവുമോ? ഇനി അവർക്ക് നമ്മൾ അവരെ ഉപേക്ഷിച്ചതായി തോന്നുമോ? എന്തൊക്കെയായിരിക്കും അവർ ശരിക്കും നമ്മളെ പറ്റി ചിന്തിക്കുന്നുണ്ടാവുക? നായകൾക്ക് ശരിക്കും മനുഷ്യരെ മനുഷ്യരായി തിരിച്ചറിയാൻ സാധിക്കുമോ? അതോ അവരെ പോലെ തന്നെ അവരുടെ വർഗത്തിൽപ്പെട്ട ജീവിയായിട്ടാണോ നായകൾ നമ്മളെ കാണുന്നത്? എന്തായാലും നമുക്ക് ഇതിനെ പറ്റിയെല്ലാം ഒന്ന് വിശദമായി നോക്കാം. സോ ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മൾ വീട് വിട്ട് പുറത്തു പോകുമ്പോൾ നമ്മുടെ നായയുടെ ചിന്തകൾ ശരിക്കും നമ്മളും നായയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അഥവാ നമ്മൾ ദിവസേന ഒരേ സമയത്ത് പുറത്തു പോവുകയും ഒരു കൃത്യസമയത്ത് തിരിച്ചു വരികയുമാണെങ്കിൽ നായകളിൽ സെപ്പറേഷൻ ആങ്സൈറ്റിയും ചെറിയ തോതിൽ മിസ്സിംഗും ഉണ്ടാവുമെങ്കിലും നിങ്ങൾ തിരിച്ചു വരുന്ന സമയം അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരിൽ വലിയ മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കണമെന്നില്ല. പക്ഷേ 10-8 നായകൾക്കും തന്റെ ഹ്യൂമൻ ഫാമിലിയെ പിരിഞ്ഞിരിക്കുന്നത് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ടെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. നായകൾക്ക് സമയം നോക്കാനൊന്നും അറിയില്ലെങ്കിലും അവർ നമ്മുടെ ഡെയിലി റുട്ടീനുമായി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്ന സമയവും വരുന്ന സമയവുമെല്ലാം നമ്മുടെ ബിഹേവിയറും പുറത്തെ പ്രകാശവും ചില മണവും പിന്നെ ഇവരുടെ വിശപ്പിന്റെ സമയവും എല്ലാം നോക്കി കൃത്യമായി മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പല നായകളും നമ്മൾ വീട് വിട്ടു പോയാൽ സൈലന്റ് ആവുകയും കൂടുതൽ സമയം ഉറങ്ങിത്തീർത്ത് നമ്മൾ തിരിച്ചെത്തുന്ന സമയം ആവുമ്പോഴേക്കും വീണ്ടും ആക്റ്റീവായി ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ തിരിച്ചെത്തുന്ന സമയവും കാത്ത് ഡോറിന്റെ അടുത്ത് കാത്തിരിക്കുന്നത് കാണാം. നായകൾ എന്ന് പറയുന്നത് ഒരു കൂട്ടം സോഷ്യൽ അനിമൽസ് ആണ്. കൂട്ടത്തോടെ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണിവർ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഹ്യൂമൻ ഫാമിലിയുടെ കൂടെ എപ്പോഴും നിൽക്കാനുള്ള അവരുടെ ആഗ്രഹവും സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങളൊരു പുതിയ നായയെ വാങ്ങി അവർക്ക് നിങ്ങളെ പറ്റി കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന സമയം വരെ അവരിൽ വലിയ തോതിൽ വിഷമവും തങ്ങളെ ഉപേക്ഷിച്ചതാണോ എന്ന കൺഫ്യൂഷനും എല്ലാം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ പുതിയ വീട്ടിലേക്ക് നമ്മൾ നായയും കൊണ്ട് മാറുമ്പോൾ അവർക്ക് നമ്മുടെ ആബ്സൻസ് വലിയ തോതിൽ ബാധിച്ചു കാണാറുണ്ട്. ഇങ്ങനെ ആങ്സൈറ്റി കൂടുന്ന സമയത്താണ് സാധാരണയായും നായകൾ ചെരുപ്പ്, ഫർണിച്ചർ തുടങ്ങിയ സാധനങ്ങൾ കടിച്ചു നശിപ്പിക്കുക, നിർത്താതെ കുറയ്ക്കുക എന്നിങ്ങനെ നമ്മൾ മനുഷ്യർ റെഡ് കാർഡ് കൊടുക്കുന്ന ചില സ്വഭാവങ്ങൾ നായകൾ പുറത്തെടുക്കുന്നത്. നായകൾക്ക് നമ്മൾ മനുഷ്യരെ മനുഷ്യരായി മനസ്സിലാക്കാൻ സാധിക്കുമോ, അതോ അവർ നമ്മളെ അവരുടെ കൂട്ടത്തിലെ ഒരു ജീവിയായാണോ കാണുന്നത് എന്ന് ചോദിച്ചാൽ നായകൾക്ക് കൃത്യമായി മനുഷ്യരെ തിരിച്ചറിയാൻ സാധിക്കുമെന്നതാണ് സത്യം. ദിവസേന ഒരുപാട് മൃഗങ്ങളെ കാണുന്നുണ്ടെങ്കിലും നായകൾക്ക് നായകളെയും മറ്റു ജീവികളെയും വേറെ വേറെ തന്നെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. 2013 യൂണിവേഴ്സിറ്റി ഓഫ് പാരീസിൽ നടത്തിയ ഒരു പഠനത്തിൽ ഇത് തെളിയിച്ചതുമാണ്. എങ്കിൽ നമ്മുടെ നായകൾ ദിവസം എങ്ങനെയായിരിക്കും തീർക്കുന്നത്? എന്തൊക്കെയായിരിക്കും അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും? നായകൾ കൂടുതൽ സമയവും ഉറങ്ങിയും വെറുതെ ഒന്നും ചെയ്യാതെ ഇരുന്നും എല്ലാമാണ് ചിലവഴിക്കാറുള്ളത്. ഇവർ നമ്മൾ മനുഷ്യർ ചിന്തിക്കുന്നതിനേക്കാളും ഒരുപാട് വ്യത്യസ്തമായാണ് കാര്യങ്ങൾ കാണുന്നതും മനസ്സിലാക്കുന്നതുമെല്ലാം. ഉദാഹരണത്തിന് നായകൾക്ക് നമ്മളെ പോലെ ഒരു കാര്യത്തെ അറിയാനോ എക്സ്പ്രസ് ചെയ്യാനോ കൃത്യമായ ഒരു ഭാഷയില്ല. കാരണം ഇവരുടെ തലച്ചോറിൽ ലാംഗ്വേജ് പ്രോസസ് ചെയ്യാൻ സഹായിക്കുന്ന വേർണിക് എന്ന ഭാഗം ആബ്സെന്റ് ആണ്. എന്നാലും ചില പ്രത്യേക വാക്കുകൾ ദിവസവും കേൾക്കുമ്പോഴും അതിനോടനുബന്ധിച്ച വസ്തുക്കൾ കാണുമ്പോഴും അത് ഓർത്തു വെക്കാൻ ഇവർക്ക് സാധിക്കും. നായകൾക്ക് നമ്മൾ എത്ര നേരമായി പുറത്തു പോയിട്ട് എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമോ? ഈ ഒരു ടോപ്പിക്കിൽ 2011 സ്വീഡിഷ് ഗവേഷകർ ഒരു പഠനം നടത്തിയിരുന്നു. അതിനുവേണ്ടി നായകളുള്ള ഒരു മുറിയിൽ ക്യാമറ സ്ഥാപിച്ച് അവരുടെ ഓണേഴ്സിനെ അരമണിക്കൂർ നേരത്തേക്കും 2 മണിക്കൂർ നേരത്തേക്കും 4 മണിക്കൂർ നേരത്തേക്കുമെല്ലാം അവരിൽ നിന്നും പല സമയങ്ങളിലായി മാറ്റി നിർത്തുകയും പിന്നീട് ഓണേഴ്സ് തിരിച്ചു വരുമ്പോൾ ഓരോ സമയത്തും അവരുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു. ഇതിൽ അരമണിക്കൂർ നേരം കൊണ്ട് ഓണർ തിരിച്ചു വന്നപ്പോൾ നായകൾ കാണിച്ച എക്സൈറ്റ്മെന്റിനേക്കാൾ ഒരുപാട് അധികമായിരുന്നു 2 മണിക്കൂർ കഴിഞ്ഞ് ഓണർ തിരിച്ചു വന്നപ്പോൾ നായകൾ കാണിച്ചത്. ഇത് നായകൾക്ക് സമയം തിരിച്ചറിയാൻ സാധിക്കുമെന്നതിന്റെ വലിയൊരു തെളിവാണ്. എന്നാൽ 2 മണിക്കൂർ കഴിഞ്ഞ് ഓണർ വന്നതും 4 മണിക്കൂർ കഴിഞ്ഞ് വന്നതും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ നായകളുടെ പെരുമാറ്റത്തിൽ വലിയ തോതിൽ വ്യത്യാസമൊന്നും കാണാൻ സാധിച്ചിട്ടില്ല എന്നും ഇതേ പഠനം പറയുന്നുണ്ട്. അതായത് നായകൾക്ക് ശരിക്കും സമയം തിരിച്ചറിയാൻ സാധിക്കും, പക്ഷേ നമ്മൾ സമയത്തെ മനസ്സിലാക്കിയതുപോലെ കോംപ്ലക്സ് ആയ രീതിയിലല്ല. എന്നാൽ ചെറിയ സമയം വലിയ സമയം എന്ന രീതിയിലാണത്. അതായത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ പുറത്തെ പ്രകാശവും മണവും പിന്നെ ഇവരുടെ വിശപ്പിന്റെ സമയവുമെല്ലാം നോക്കി അവർക്ക് സമയം തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ പുറത്തു പോകുമ്പോൾ നായകൾക്ക് ശരിക്കും നമ്മളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന കാര്യം കൃത്യമായി പഠിക്കാൻ കുറച്ച് നായകളെ MRI മെഷീനിൽ നിൽക്കാൻ ട്രെയിനിങ് കൊടുക്കുകയും അവരെ പിന്നീട് വിജയകരമായി MRI മെഷീനിൽ കയറ്റി ഇവരുടെ തലച്ചോറിനെ പറ്റി പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ MRI മെഷീനുള്ള നായകൾക്ക് 5 തരം വസ്തുക്കൾ മണപ്പിച്ചു കൊടുത്തു. അതിൽ നായയ്ക്ക് നന്നായി അറിയാവുന്ന ഒരു മനുഷ്യന്റെ മണവും ഒട്ടും അറിയാത്തൊരാളുടെ മണവും പിന്നെ നായയ്ക്ക് നന്നായി അറിയാവുന്ന മറ്റൊരു നായയുടെ മണവും ഒട്ടും അറിയാത്തൊരു നായയുടെ മണവും കൂടാതെ ആ നായയുടെ തന്നെ സ്മെല്ലും മണപ്പിച്ചു കൊടുത്തു. ഈ സമയത്ത് നായയ്ക്ക് എപ്പോഴാണോ ഇഷ്ടമുള്ള മനുഷ്യന്റെ ഗന്ധം ലഭിച്ചത് ആ സമയത്ത് അവരുടെ തലച്ചോറിന്റെ പോസിറ്റീവായ ചിന്തകൾ അടങ്ങിയ ഭാഗത്ത് ചില മാറ്റങ്ങൾ കണ്ടിരുന്നു. ഈ മാറ്റം മറ്റു സ്മെല്ല് കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇവരുടെ ബിഹേവിയറൽ പ്രോസസിനെ പറ്റി വന്ന മറ്റൊരു പഠനത്തിൽ നായകൾക്ക് നല്ല പരിചയമുള്ള ഒരാളുടെയും കുറഞ്ഞ പരിചയമുള്ള ഒരാളുടെയും ഒട്ടും പരിചയമില്ലാത്ത ഒരാളുടെയും കൂടെ നായകൾക്കുണ്ടാവുന്ന ബിഹേവിയറൽ ചേഞ്ചസിനെ പറ്റി മനസ്സിലാക്കുകയായിരുന്നു. ഇതിനുവേണ്ടി ഒരു നായയെയും അതിന് വ്യത്യസ്തമായി പരിചയമുള്ള 3 പേരെയും ഒരു ഹാളിൽ നിർത്തിയ ശേഷം നായ ഒഴികെ ബാക്കി 3 പേരും അവിടെ ഉണ്ടായിരുന്ന 3 റൂമുകളിൽ ഒന്നിൽ ഒരാൾ എന്ന രീതിയിൽ പോവുകയും ചെയ്തു. ഈ എക്സ്പെരിമെന്റ് നടത്തിയെടുത്തോളം നായകൾ തങ്ങളുടെ ഓണർ പോയ മുറിയുടെ മുന്നിൽ തന്നെ കാത്തിരിക്കുന്നത് കണ്ടു. ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ നമ്മൾ അവരെ തനിച്ചാക്കി പോകുമ്പോൾ അവർക്ക് നമ്മളെ മിസ് ചെയ്യാറുണ്ട് എന്ന് സയന്റിസ്റ്റ് തെളിയിക്കുകയായിരുന്നു.
ഇനി ഒരു നായ തുറിച്ചു നോക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക? ഇതിന്റെ ഉത്തരം അവരെന്തിനെയാണ് തുറിച്ചു നോക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് രണ്ട് നായകൾ പരസ്പരം തുറിച്ചു നോക്കുകയാണെങ്കിൽ അവർ ശരിക്കും അവരുടെ ഡൊമിനൻസ് കാണിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഇനി നായകൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ നോക്കി നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്ന് അറിയാനും നമ്മളെ പറ്റി പഠിക്കാനും വേണ്ടിയാണ്. ഒരു മനുഷ്യനെ നോക്കി നിൽക്കുമ്പോൾ അയാൾ എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനും അത് പിന്നീട് ഓർത്തു വെച്ച് അതിനോട് വേണ്ട രീതിയിൽ ബിഹേവ് ചെയ്യാനും നായകൾക്ക് കഴിവുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു നായയ്ക്ക് ആദ്യമായി ഒരു ശബ്ദം ഉണ്ടാക്കിയതിനു ശേഷം ഒരു പാത്രത്തിൽ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ആദ്യമൊന്നും ആ ശബ്ദം അതിന് മനസ്സിലാകില്ലെങ്കിലും പിന്നീട് അവരുടെ ഒബ്സർവേഷൻ കാരണം ഈ ശബ്ദം ഭക്ഷണം കിട്ടുന്നതിന് മുൻപ് കേൾക്കുന്നതാണ് എന്ന സെൻസ് അവരിൽ ഉണ്ടാവുകയും പിന്നീട് അങ്ങോട്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവർ ഓടിയെത്തുകയും ചെയ്യുന്നത് സാധാരണമാണ്. അതുപോലെ അവരുടെ ലീഷ് എടുക്കുമ്പോൾ അത് പുറത്തു കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവും ഇവർക്കുണ്ട്. ഇതൊന്നുമല്ലാതെ തന്റെ പ്രിയപ്പെട്ട മനുഷ്യ സുഹൃത്തിനോടുള്ള സ്നേഹവും കരുതലും എക്സ്പ്രസ് ചെയ്യാനും ഇവർ തങ്ങളുടെ ഓണേഴ്സിനെ നോക്കാറുണ്ട്. നായകൾ എല്ലാ കാര്യങ്ങളും ആസ്വദിക്കുന്നവരാണെങ്കിലും ചില സമയങ്ങളിൽ അവരിൽ വിരസത കാണാറുണ്ട്. ഇതിനു പ്രധാന കാരണം അവർക്ക് എൻഗേജായി നിൽക്കാനുള്ള ഒരു ചുറ്റുപാടില്ലാത്തതാവാം. മറ്റെല്ലാ മൃഗങ്ങളെയും പോലെ തന്നെ ആക്റ്റീവായി നിൽക്കാൻ ഇവർക്കും ചില സ്റ്റിമുലേഷൻസ് ആവശ്യമാണ്. നായകൾ കൂടുതലായും ഓടി നടക്കാനും തങ്ങളുടെ ചുറ്റുപാടും എക്സ്പ്ലോർ ചെയ്യാനും വേട്ടയാടാനും എല്ലാം ഇഷ്ടപ്പെടുന്ന ജീവികളാണ്. ഇതിനൊന്നും കഴിയാതെ വരുമ്പോൾ ഇവരിൽ വിരസത വരുന്നത് സാധാരണമാണ്. ഈ കാര്യങ്ങൾ കൂടാതെ നിങ്ങൾക്ക് നായയെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്യൂ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക.